പ്രൈസ് Yes, ദി sir. ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യുന്നു. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല. ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക്, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി വരാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളുവീൻ എബ്രായ ലേഖനത്തിൽ പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു സ്വസ്ഥതയുണ്ട്. അതുവരെ നമുക്ക് ഈ ലോകത്തിൽ ഓട്ടമാണ്. എത്രയോ വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പൗലോസ് തന്നെ പറയുന്നു, ഞാൻ ഓടുന്നതും അധ്വാനിക്കുന്നതും വ്യർത്ഥമല്ല എന്ന് വരാതിരിപ്പാൻ. അതുപോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന അവസാന നാളുകളിൽ പൗലോസ് നന്നായി മനസ്സിലായിക്കൊണ്ട് പറയുന്നു. നമുക്കൊക്കെ ഒരു ഓട്ടം ഓടി തേക്കാനുണ്ട്. അതിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവ് തന്ന വിഷയവും മറ്റൊന്നുമല്ല, നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുവീൻ എന്നുള്ളതായ ചിന്തയാണ് കർത്താവ് ഉള്ളത്തിൽ തന്നത്. ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 31 ഡിവൈസിലായിട്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, മറുപടി ലഭിച്ചിട്ടില്ലാത്ത വിഷയങ്ങളുടെ മേൽ, ഇതിൻ്റെ മേലൊരു മറുപടി ലഭിക്കുമോ എന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്ന രാത്രിയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിനൊത്തണമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്നു എന്നും ഞാനും നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ്, വിശ്വസിച്ചില്ല എങ്കിൽ ഒന്നും സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തിങ്കിൽ എന്തെങ്കിലും പ്രാപിപ്പാനോ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് വിശ്വാസമുള്ളവരായി തീരാം. ഇന്ന് എൻ്റെ വിടുതലിൻ്റെ രാത്രിയാണെന്ന് ദയവായിട്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. ദൈവം അനുഗ്രഹിപ്പാൻ വേണ്ടിയാണ് ഇന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് സംബന്ധിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മെ കൂട്ടി വരുത്തിയത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്നി വളരെ ഭയഭക്തി, ബഹുമാനത്തോടെ, ഭയത്തോടും വിറയലോടും കൂടെ ദൈവസന്നി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം. നമ്മുടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യമാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. അപ്പൊ ഈ വാക്യം വളരെ സിമ്പിളാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവമക്കളോടുള്ള ഒരു പ്രബോധനമാണ്, നമുക്കൊരു ഉറപ്പാണ്. പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. ഓരോ വാക്കും, അത് പത്രോസും പറയുന്നുണ്ട്, പൗലോസും വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ തിരുവചനം എല്ലാം ദൈവശ്വാസീയമാണ്, പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. പൗലോസ് സ്വയമായിട്ട് പറയുന്നതല്ല. പത്രോസിന്റെ ലേഖനങ്ങൾ, യാക്കോബിന്റെ ലേഖനം എല്ലാം എന്താണ്? പരിശുദ്ധാത്മാ. കർത്താവ് എന്ന് പറയുന്നത് താൻ തന്നെയാണ്. ദൈവം, വചനം, ദൈവം സകലം. അതുകൊണ്ട് കർത്താവിന്റെ വചനം, അതുകൊണ്ടല്ലേ നമുക്ക് ചുവന്ന ലിപികളിൽ വരെ എഴുതി കിട്ടുന്നത്. ആ വചനം ഒന്നും, ആ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആകാശം ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം ഒന്നും മാറിപ്പോകത്തില്ല, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരത്തില്ല, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് അവന്റെ വചനം എല്ലാം എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അത് ഊവെന്നും ആമേനെന്നും ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ശരി ആമേനെന്ന് പറഞ്ഞ് എന്നേക്കും അതായിത്തീരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ചത് പൗലോസ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ സംസാരിക്കുകയാണ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരൻ, ദൈവമക്കളോടുള്ള ഒരു അഡ്രസ്സിംഗ് ആണ്, അല്ലാത്തവർക്കുള്ളതല്ല. എല്ലാവരെയും സഹോദരന്മാരെ നമുക്ക് വിളിക്കാനൊക്കത്തില്ല. ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരന്മാർ, എല്ലാവരും നമ്മുടെ സ്നേഹിതരാണ്. ഈ ലോകത്തുള്ള സകലരും നാനാജാതി മതസ്ഥരെന്ന് പറയുന്നവർ എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ളവരാണ്. നാം അവരെ സ്നേഹിക്കുന്നു. ശത്രുക്കളെ സ്നേഹിപ്പാനാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ, വീണ്ടെടുക്കപ്പെട്ട, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിടപ്പെട്ടവരാണ് സഹോദരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഹന്നാന്റെ ലേഖനങ്ങളായാലും എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന എപ്പോഴും നമുക്കറിയാം വിശുദ്ധന്മാർക്ക് വേണ്ടി. പൗലോസ് തന്നെ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ഇന്നടത്തുള്ള കൊരിന്തിലുള്ള വിശുദ്ധന്മാര്, സഹോദരന്മാരുമായവർക്ക് വേണ്ടി എഴുതുന്നത്. യാക്കോബാണെങ്കിൽ എല്ലാ ലേഖനങ്ങളും അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ എല്ലാ ലേഖനങ്ങളുടെയും ആദ്യം നമുക്ക് കാണാൻ പറ്റും ഇത് ആർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് വഴിയേ പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് പറ്റത്തില്ല. കാരണം ദൈവവചനം പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. ഇട്ടാനുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ചവിട്ടിക്കളയുമെന്ന് പറയുന്നു. അതുകൂടാതെ തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുത്തെന്ന് പറഞ്ഞ വിലപ്പെട്ട ഒരു മുത്തിന്റെ വില പന്നിക്ക് വല്ലതും അറിയാവോ? അറിയത്തില്ല. അതിന്റെ മുമ്പിലേക്ക് കുറെ മുത്തുവാരി വിലപ്പെട്ട കോടികൾ വിലപ്പെട്ട
മുത്തുവാരി എറിഞ്ഞാല് അതിന് വല്ല ആഹാരമോ അഴുക്കായ ആഹാരം കിട്ടിയാൽ അത്രയും സന്തോഷമാണ്. പന്നിയെ പറ്റി നമുക്കറിയാമല്ലോ, അതിന് വൃത്തികെട്ടതൊക്കെയാണ് ഇഷ്ടം. അതിട്ട് കൊടുത്താൽ അതിന് നമ്മളോട് സ്നേഹമായിരിക്കും, ഉപദ്രവിക്കത്തില്ല. പക്ഷേ വിലയേറിയ മുത്ത് പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ അത് നോക്കുമ്പോൾ അതിന് തിന്നാൻ പറ്റിയതല്ല. അതിന് ദേഷ്യം വന്നിച്ച് തിരിഞ്ഞ് ഈ കൊടുക്കുന്നവരെ ചീന്തിക്കളയും. മറക്കരുത്. അതുകൊണ്ടാണ് ഈ വചനം എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല, അതിനെ അന്വേഷിക്കുന്നവരാണ് കണ്ടെത്തുന്നത്. പലപ്പോഴും നമ്മുടെ സുവിശേഷ വേലയിലും പറ്റുന്ന വലിയ കുഴപ്പമാണ്. ചുമ്മാതെ പോയി എല്ലാവരോടും സുവിശേഷം പറയാൻ നോക്കില്ല. അതിന് അർഹരായിട്ടുള്ളവരുണ്ട്, അതിനുവേണ്ടി ദാഹിക്കുന്നവരുണ്ട്. ദാഹിക്കുന്നവരുടെ അടുക്കൽ ഈ വിലപ്പെട്ട വചനം കൊടുക്കണം. എന്നിട്ട് ഇതിന് എതിരായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്കൊരു മനമാറ്റം വരും, അവര് പിന്നീട് ഈ വചനം അംഗീകരിപ്പാനിടയാത്ത. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം നമ്മൾ ദൈവവചനം വാരി വിതറുവാൻ. ദൈവത്തിന്റെ വചനമാണ്, അത് ജീവനുള്ളതാണ്. ഓരോ വാക്കെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവാണ്. വചനം ജഡമായി വന്നതാണ് കർത്താവ്. അതുകൊണ്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, അതുകൊണ്ട് ദൈവമക്കളായിട്ടുള്ളവര് ദൈവത്തിന്റെ വേല ചെയ്യുന്നവരോടുള്ള ഒരു അഡ്രസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ജീവനെ നിങ്ങൾക്ക് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് വളരെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. രാപകൽ വിശ്രമം കൂടാതെ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. വിവിധ സ്റ്റേറ്റുകളിലായിട്ട് അതിന്റെ മോട്ടോ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. വചനം എല്ലാവർക്കും നൽകുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്നു. എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു. അനേകരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതികൂലങ്ങളൊക്കെ വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലുള്ളതായ ഒരു മിഷണറി, ഡോക്ടർ ദിനേഷ് കുമാർ എന്ന് പറഞ്ഞതായ മിഷണറി ഞങ്ങൾക്ക് പലർക്കും മെസ്സേജ് അയച്ചു. മറ്റൊന്നുമല്ല, പുതിയ നിയമം ഇവിടെ വന്നിരിക്കുക. ആരും സുവിശേഷം അറിയിച്ച് ആരെയെങ്കിലും ക്രിസ്ത്യാനിയാക്കി തീർത്താൽ, പ്രത്യേകിച്ച് SC ST ഗ്രൂപ്പുകാരെ ക്രിസ്ത്യാനിയാക്കി തീർത്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് 10 വർഷം തടവ്. പിന്നെ അല്ലാത്തവരെ, ജനറലായിട്ടുള്ളവരെ അങ്ങനെ സുവിശേഷീകരിച്ചാൽ അവർക്ക് 5 വർഷം തടവ്. ദയവായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മിഷൻ, കാരണം അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. തോട്ടികളായിട്ടുള്ളവരുടെ ഇടയിൽ. നമ്മുടെ നാട്ടിൽ തോട്ടി എന്ന് പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, ഈ മാങ്ങ പറിക്കുന്ന തോട്ടി അതല്ല, മനസ്സിലായല്ലോ, അറിയാവുന്നവരെ അറിയുക. അപ്പൊ അതുപോലെ തോട്ടികളും പിന്നെ കുഷ്ഠരോഗികള്, അതുപോലെ തന്നെ ഇമ്മോറലായിട്ട് ജീവിക്കുന്ന ആ ഒരു വർഗത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന, അതായത് അറിയാമല്ലോ, പിന്നെ പല ബോംബെയിലും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, രാജസ്ഥാനിലും ഒക്കെ അങ്ങനെ സ്ഥലമുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു വളർത്തി അങ്ങനെ ഒരു വലിയ വളരെ പ്രയാസകരമായി ശുശ്രൂഷ ചെയ്യുന്ന, സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ദാസനാണ്. അങ്ങനെ പലരും ഉണ്ട്, നമ്മുടെ അറിവിലല്ലാതെ ഒറ്റയ്ക്ക് വേല ചെയ്യുന്ന അനേകർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് സുവിശേഷീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടഞ്ഞുകൊണ്ടിരിക്കുക, വാതിലുകളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥന. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ എല്ലാ ദിവസവും ഈ ജീവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ പ്രവർത്തനങ്ങൾ എല്ലാവരും അനേകരെ ഞങ്ങൾ മണിക്കൂറുകൾ മാറ്റിവെച്ച് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷയാണ് പ്രാർത്ഥന. നമ്മൾ ഈ പരസ്യ പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാളും ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ പ്രെയറാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവാണ് കർത്താവ്. അതുകൊണ്ട് രഹസ്യത്തിൽ കർത്താവിനോട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും രഹസ്യത്തിൽ. കാരണം നമ്മളും കർത്താവ് മാത്രം, അതിന് വേറെ ആരുമില്ല. ചിലപ്പം ഭാര്യയോ ഭർത്താവോ ഒന്നും അടുത്ത് കാണത്തില്ല. പേഴ്സണൽ പ്രെയർ ഇല്ലാത്തവരാരും ദൈവമക്കളായിരിക്കാൻ കഴിയത്തില്ല. അവരെല്ലാം വീണുപോകും, ഇന്നല്ലേ നാളെ വീണുപോകും. കർത്താവുമായുള്ള പേഴ്സണൽ ബന്ധമില്ലാത്തവർ, കർത്താവിനെ പേഴ്സണലായിട്ട് നേരിട്ട് അറിയാത്തവരൊന്നും, അവരോടെല്ലാം കർത്താവ് പറയും, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. അതുകൊണ്ടാണ് കർത്താവിന്റെ വ്യക്തമായിട്ട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വീഡിയോ പ്രവർത്തിച്ചു. ഇപ്പൊ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാളും അറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ നാമം ഉപയോഗിച്ചാൽ അത്ഭുതങ്ങളൊക്കെ നടക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ കർത്താവിനെ പേഴ്സണലായിട്ട് അറിയുന്നതിനെ കുറിച്ചേ കർത്താവിനെ പറയാനൊക്കത്തുള്ളൂ, ഞാൻ നിങ്ങളെ അറിയുന്നു. അതുകൊണ്ട് കർത്താവിനെ അറിയുന്നവരായി തീരണം. ആ അറിവ് എങ്ങനെയായിത്തീരുന്നു? പേഴ്സണലായിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ സ്ഥലത്ത് നമ്മൾ പേഴ്സണലായിട്ട് ആയിരിക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരും, എന്നോട് സംസാരിക്കും. ദൈവമക്കൾ എല്ലായ്പ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവരായി തീരണം. എവറി ഡേ വി നീഡ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. നമ്മളെക്കാൾ അധികം നമ്മോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവം. എത്ര പേർക്ക് അതറിയാം? പലപ്പോഴും നമ്മുടെ വിചാരം അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, ദൈവത്തിന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ മനസ്സില്ലാതെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് പേഴ്സണൽ പ്രെയർ ആവശ്യമാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ദൈവസന്നിധി ബലപ്പെടത്തുള്ളൂ. കാരണം ഈ ലോകം പോരാട്ടം നിറഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവകൃപ ധാരാളം ആവശ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. മോശ 600,000 പേരെ, 30 ലക്ഷം പേരെ മരുഭൂമിയിൽ കൂടെ നടത്തിയ മോശയാണ്. ദൈവിക ദർശനം സീനായിൽ വെച്ച് കിട്ടിയ മോശയാണ്. ആ മോശ കർത്താവിനോട് ഒരിക്കൽ പറയുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. മോശയ്ക്ക് വേണ്ടുന്നത് അത് മാത്രമാണ്.
വലിയ അത്ഭുതങ്ങളോ അതിശയങ്ങളോ അടയാളങ്ങളോ ലോകത്തിന്റെ ഒരുപാട് അനുഗ്രഹമൊന്നുമല്ല. അതെല്ലാം ധാരാളം അവർ കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ മോശയ്ക്കുള്ള പറയാനുള്ളത് എന്താണ്? അവിടുത്തെ സാന്നിധ്യം ആവശ്യം. എനിക്കും നിങ്ങൾക്കും എപ്പോഴും ആവശ്യം ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മുടെ വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അപ്രൂവലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ജോലി സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ പറയുന്നത് എന്താണ്? കർത്താവിന്റെ വേല, ഇല്ലയോ? കർത്താവിന്റെ വേല ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? ദൈവമക്കൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവമക്കളായിത്തീരണം. ആദ്യം നമ്മൾ കർത്താവിനെ അറിയണം. കർത്താവിനെ അറിയാതെ കർത്താവിന്റെ വേല ചെയ്യാൻ എല്ലാവർക്കും കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആത്മീയ ഗോളത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്ന വലിയ പരാജയം അത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഓരോ മീഡിയ ഒക്കെ അതിലൊന്നും അധികം സമയം കളയരുത്. എന്നാൽ നിങ്ങൾ നമ്മുടെ മുൻപിൽ ആ ടൈറ്റിലൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? അനേക ദൈവദാസന്മാരെയൊക്കെ അങ്ങ് താറടിച്ച് കാണിക്കുന്ന ചാനലുകൾ. എവിടെയെങ്കിലും ഒരു കുറ്റം കിട്ടിയാൽ, അതും പ്രത്യേകിച്ച് പ്രസിദ്ധരായിട്ടുള്ള ദൈവമക്കളെ, ലോകത്തുള്ള എല്ലാ അറിയപ്പെടുന്ന ദൈവമക്കളെയും തെരഞ്ഞു പിടിച്ച് അവരിലെങ്കിലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതിനെ ഊതി വീർപ്പിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ക്രിസ്ത്യാനികളിൽ തന്നെ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചാനലുകൾ. എന്നാൽ വേറൊരു മതത്തിൽ ഇത് കാണുന്നില്ല. ഒരു ഹൈന്ദവ ചാനല്, ഒരു ഹൈന്ദവനെ കുറ്റം പറഞ്ഞ ഒരു ചാനലും ഇല്ല. ഇസ്ലാമിന്റെ ചാനൽ ഇല്ല. അവർക്കൊക്കെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യ ഗോളത്തിലുള്ളതിനേക്കാൾ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയും നിരാശപ്പെടുത്തുകയും പാട്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരുത്തരുമില്ല. ക്രിസ്ത്യ ഗോളത്തിലേ ഉള്ളൂ ഇതൊക്കെ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ ക്രിസ്തീയ ഗോളത്തിലേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി, രക്ഷകനെ പറ്റി പറയുന്നത്, നിത്യരക്ഷയുടെ വഴി ക്രിസ്തീയ ഗോളത്തിലാണ്. അതുകൊണ്ട് ആ ക്രിസ്തീയ ഗോളത്തിൽ തന്നെയാണ് വലിയ പോരാട്ടം. അതുകൊണ്ട് ദൈവവേല ചെയ്യുന്നവർക്കെല്ലാം പോരാട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഓരോരുത്തരും ആയിരിക്കും. നമ്മൾ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായ സുവിശേഷ വേലകളുണ്ടല്ലോ, ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും വളരെ ഭാരത്തോടെ ഭയത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാ. ഹല്ലേലൂയ. എന്താണ്? ശ്രദ്ധയോടെ, നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ബാക്കി പറ. ആരെങ്കിലും നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. വളരെ ഫലിക്കും. താങ്ക് യു. ശ്രദ്ധയോട്. അത് ഏത് പുസ്തകത്തിലാണ് രേഖപ്പെട്ടിരിക്കുന്നത്? ഉൽപ്പത്തിയിലാണോ വെളിപ്പാട്ടിലാണോ? താങ്ക് യു. വേദോസ്തം വായിക്കുന്നവരാണെന്ന് മനസ്സിലായ. അതിന്റെ അവസാന അധ്യായത്തിൽ പറയും, നിങ്ങൾ ഒരു രോഗിയായി കിടക്കുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരുടെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കട്ടെ, തമ്മിൽ പാവങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. കാരണം എല്ലാവരും കുറവുള്ളവരാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇന്ന കൃപാവരം ലഭിച്ചവരോ അല്ലെങ്കിൽ രോഗശാന്തി വരവുള്ളവർ എല്ലാവർക്കും ഉണ്ട്. ദൈവമക്കൾക്ക് എല്ലാം രോഗശാന്തി വരവുണ്ട്. അത് ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. കാരണം നല്ലവൻ ആരേ ഉള്ളൂ? എത്ര പേരുണ്ട് നല്ലവരായിട്ടുള്ളവർ? പറയാമോ? ദൈവം ഒരുവനേ ഉള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞതാ, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അതുകൊണ്ട് നല്ലവൻ ദൈവം. വേറെ ആരും നല്ലവരല്ല. മനുഷ്യരാരും നല്ലവരല്ല. സഭാ നേതാക്കന്മാരാരും നല്ലവരല്ല. ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ. കാരണം എല്ലാവരും ഈ പ്രത്യേകിച്ച് വീണുപോയ മനുഷ്യന്റെ ചരിത്രത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആദാമിന്റെ സന്തതി അല്ലാതെ ഈ ഭൂമിയിൽ ആരുമില്ല. ആദാമും ഹവ്വയും വീണുപോയി. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് ആരും നല്ലവരല്ല. നമ്മളെ നല്ലവരല്ലാത്ത സ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങളിൽ നമ്മളെ രക്ഷിച്ച് നമ്മളെ ദൈവമക്കളായി തീർക്കുവാൻ വേണ്ടിയാ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ തന്ത്രങ്ങളെ അഴിക്കാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് നമ്മൾ ആരും നല്ലവരല്ല. എന്നാൽ ദൈവമക്കളായി തീരുമ്പോൾ നമ്മളെ ദൈവം അങ്ങ് നല്ലവരാക്കി തീർക്കുക. ഓരോ നിമിഷവും നമ്മളെ വിശുദ്ധരാക്കി തീർക്കുക. എന്നാലേ നീതിമാന്റെ എന്നുള്ള വിളി വരത്തുള്ളൂ. നീതിമാന്റെ ശ്രദ്ധയോട് പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്. നീതിമാന്റെ പ്രാർത്ഥനയല്ല ഫലിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഫലിക്കുന്നത്. അശ്രദ്ധയോടെ പ്രാർത്ഥിച്ച പ്രയോജനം. നമ്മൾ ഈ പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ചിലയിടങ്ങളിൽ കാണുന്ന, ഇവിടുത്തെ കാര്യമായിട്ടല്ല, മണിക്കൂറുകൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദിവസം മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. നല്ലതാണ്, പ്രാർത്ഥിക്കാൻ നല്ലതാണ്. എന്നാൽ ആദ്യം വേണ്ടത് നീതിമാന്മാരായി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. അത് ദൈവമക്കൾ എപ്പോഴും വാക്യങ്ങൾ, പ്രധാനപ്പെട്ട വാക്യങ്ങൾ കാണാതെ പഠിക്കണം. ഈ കാണാതെ പഠിക്കാൻ ഏത് പ്രായത്തിലും കഴിയും. ആരും വിചാരിക്കും 90 വയസ്സാണെങ്കിലും കാണാതെ പഠിക്കാൻ. എങ്ങനെയാണ് കാണാതെ പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചു പിള്ളേർ പഠിക്കുന്ന പോലെ. നമുക്കറിയാമല്ലോ, സ്കൂളിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം തന്നെ പറഞ്ഞ് പഠിക്കും. നമ്മൾ പഠിച്ചാൽ എന്താ ഉദ്ദേശിച്ചാണ്? പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടി. പരീക്ഷ കഴിഞ്ഞാൽ ഇത് വല്ല ഓർത്തിരിക്കുമോ? ഇല്ല, പലരും മറന്നുപോകും. എന്നാൽ ഓർക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ വചനം അങ്ങ് ഹൃദിസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വായിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ അങ്ങ് കാണാതെ പഠിക്കും. അതുകൊണ്ട് വചനത്തോടുള്ള ഒരു സ്നേഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഐശ്വര്യമായ ദൈവവചനം നമ്മളിൽ വസിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടൊരു പ്രാർത്ഥനയാണ്. അത് ഫലിക്കുക മാത്രമല്ല, വളരെ ഫലിക്കും. വെരി എഫക്റ്റീവാണ്. രോഗങ്ങൾ സൗഖ്യമാകും, പ്രശ്നങ്ങൾ മാറും, എല്ലാം മാറും. നമ്മുടെ വിശ്വാസം പോലെയാണ്
നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? രണ്ട് കാര്യങ്ങൾ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അതുകൊണ്ട് ദൈവവചന കേൾവിയാലാണ് വിശ്വാസം വരുന്നത്, മറക്കരുത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ ദൈവത്തിലുള്ള വിശ്വാസത്തെ പറ്റിയാ വേദോസത്തിൽ പറയുന്നത്, അല്ലാതെ ഒന്നും വിശ്വാസമല്ല. ഇല്ലയോ? ചെല്ലു പറയും ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അതൊന്നുമല്ല. വേദോസത്തിൽ എവിടെ വിശ്വാസം എന്ന് പറയുന്നു? ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്നതെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. അപ്പൊ ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഈ വിശ്വാസമായിട്ട് വരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി തീരണം. ഇന്നത് കേൾക്കുന്നവരെ എല്ലാം ഒരു അടുത്ത ലെവലിലേക്ക് ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, ലോകത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആവശ്യമുണ്ട്. നമ്മൾ വെറും നമ്മളോട് അടുക്കാൻ പലർക്കും പ്രയാസമാകുന്ന ഒരു ജീവിതമായി തീരരുത്. നമ്മുടെ നാട്ടിൽ പറയല്ലേ ചൊറുതനം പോലെ. ചൊറുതനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേഹത്തൊന്ന് കൊണ്ടുകഴിഞ്ഞാൽ അവിടെ എല്ലാം ചൊറിയും. കുറച്ച് നേരത്തേക്ക് ചൊറിച്ചിൽ മാറത്തില്ല. ചിലരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ചൊറിച്ചിൽ മാറത്തില്ല. അങ്ങനെയല്ല. ദൈവമക്കൾ എന്നാണ് കർത്താവിനെ പറ്റി, കർത്താവിന്റെ അടുക്കൽ എല്ലാവരും വരാൻ കാരണം ഒന്നാമത് ദൈവത്തിന്റെ വചനം കേൾക്കാനാണ്. പത്രോസിനോടും ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്കും എന്നെ വിട്ടുപോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്നത് എല്ലാം ലാവണ്യ വാക്കുകളായിരുന്നു. അപ്പൊ നമ്മുടെ വാക്കുകളിലൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മൾ ഒരാൾ സംസാരിച്ചാൽ ദേ ഷുഡ് ബി ഹാപ്പി ടു ടോക്ക് ടു അസ്. കുറച്ചു നേരം കൂടെ നമ്മുടെ കൂടെ ഇരുന്നാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം മറ്റുള്ളവർക്ക് വരണം. കുറച്ചുകൂടെ നമ്മിൽ നിന്ന് കേട്ടാൽ കൊള്ളാവുന്ന ആഗ്രഹം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. വി ഷുഡ് ബി ഔട്ട് ആൻഡ് ഔട്ട് ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി തീരണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ, ഇപ്പൊ ദൈവത്തിന്റെ വേല എന്താണെന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതിന്റെ ഒരു അല്പമാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചത്. നമ്മൾ ദൈവത്തിന്റെ മക്കളായിത്തീരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വേല ചെയ്യാനൊക്കത്തുള്ളൂ. ഇന്ന് അനേകരും ദൈവവേല ചെയ്യാണെന്നാണ് കരുതുന്നത്. എന്നാൽ അതൊന്നും പലപ്പോഴും ദൈവവേലയല്ല. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കും. ഇപ്പൊ നമുക്കറിയാം ക്രിസ്മസിന്റെ സീസണാണ്. അയ്യോ എന്തൊരു അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ ഇതിനകത്തൊക്കെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ എന്നുള്ള അവരവർ പരിശോധിക്കണം. ഒന്നിനെയും വിധിക്കുവാനല്ല ഞാൻ തുനിയുന്നത്. എന്നാൽ കർത്താവിന്റെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? ഏറ്റവും സിമ്പിൾ ആയിരുന്നില്ലയോ? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നത് ആരോടാ? ഹെരോദാവിനോടല്ലയോ പറഞ്ഞാന്നോ? മഹാപുരോഹിതന്മാരോടോ അല്ല പറഞ്ഞ, ആട്ടിടയന്മാരോടാ പറഞ്ഞത്. രാത്രിയിൽ തടുപ്പും കൊണ്ടു കഴിഞ്ഞ് വല്ലാതെ കഷ്ടപ്പെട്ടതായ ആട്ടിടയന്മാരുടെ അടുക്ക വന്നേച്ച് പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവനെ എവിടെയാ കാണാൻ പോകുന്നത്? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു. ഈ ആട്ടിടയന്മാരോട് പറഞ്ഞത് കൊണ്ടാണ് അവര് മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ വേറെ വല്ലവരും പറഞ്ഞ ഈ ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടക്കുന്നവനെ കാണാൻ ആരെങ്കിലും പോകുമോ? പോകത്തില്ല. മനുഷ്യന്റെ അഹങ്കാരവും പ്രൗഢിയും ഒന്നും അവരെ അതിന് അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും ഹമ്പിളായിട്ടും സിമ്പിളായിട്ടുള്ളവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ളവരാണ്. മുക്കന്മാരെ വല വീശിക്കൊണ്ടിരുന്നവർ, അവരെ ദൈവം വിളിച്ചിറക്കി അവർ കൂടെയാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അഹങ്കരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഒന്നുമില്ല. ദൈവം നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അതിഭയങ്കരമാണ് സുവിശേഷം അറിയിച്ചില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത്, ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എന്റെ മേൽ കിടക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് സുവിശേഷം അറിയിക്കണം. നിർബന്ധമായിട്ട് എല്ലാവരും ഓർക്കണം. എല്ലാ ദൈവമക്കളും നിർബന്ധമായി സുവിശേഷം അറിയിക്കും. അതുകൊണ്ടാണ് കർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തന്റെ ലാസ്റ്റിലെ മത്തായി സുവിശേഷത്തിൽ അറിയാമല്ലോ, 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യം പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എൻ്റെ ആയിട്ട് സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളു. അന്ന് ജാതികളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളുവിൻ. ദൈവത്തിന് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ളതാണ്. ഗ്രേറ്റ്, എല്ലാ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുന്ന ആ കമ്മീഷനാണ്, ആ ഒരു കൽപ്പനയാണിത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയണം. നമ്മൾ അറിഞ്ഞ സന്തോഷം, ഞാനും നിങ്ങൾ രക്ഷ പ്രാപിച്ചത് ഇതുവരെ രക്ഷ പ്രാപിക്കാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരെ ആ രക്ഷയിലേക്ക് നടത്തണം. ഒരാളെ രക്ഷയിലേക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം അത് ശക്തിയുള്ളതല്ല.
അതുകൊണ്ട് അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവവചനം നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം, രക്ഷയിലേക്ക് നടത്തണം. ഇന്നിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെയും വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവ് മറുപടി. ഞാനിത് ചുമ്മാതെ പറയുന്നതല്ല. 70-70 വർഷത്തിലധികമായിട്ടുള്ള 70 വർഷമായിട്ടുള്ളതായ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലാണ് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നിങ്ങളെയൊക്കെ ശുദ്ധീകരിക്കും. ഒരു മനസ്സ് വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, എത്ര സ്നേഹത്തോടാണ് വിളിക്കുന്നത്, ദൈവമക്കളെയാ വിളിക്കുന്നത്. ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ, മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവരോടുള്ള അഡ്രസ്സിംഗ് ആണ് ഈ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒന്നാമത് നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. ബി സ്റ്റെഡ്ഫാസ്റ്റ്. ഉറപ്പുള്ള, നമ്മൾ അതിലേക്ക് കടന്നു വരും സമയമുണ്ട്. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. ഉറപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ പറയുക, ഒരു ഉറപ്പ് കൊടുക്കുക ഇല്ലേ? ചില സമയത്ത് ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പായിട്ട് പറയുമല്ലോ. ബ്ലാങ്ക് ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉറപ്പെന്ന് പറയും. ഉറപ്പിക്കുക, അതിന് ഒരു മാറ്റവും വരാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഉറപ്പുള്ളവരായിത്തീരണം, സ്ട്രോങ് ആയിത്തീരണം എല്ലാ കാര്യത്തിന്റെ മേലും. ദൈവവേല ചെയ്യുന്നതിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. നമ്മളെ കുലുക്കാൻ പിശാച് നോക്കും. അതായത് ദൈവവേല ചെയ്യുന്നിടത്ത് എന്താണ്? ദൈവം തന്നെ അനുവദിക്കുന്ന ശത്രുത്വമൊക്കെ അഴിച്ചു വിട്ടെന്നിരിക്കും. സഭയ്ക്കെതിരായിട്ട്, പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പിശാച് ഒന്ന് ഇളകിയെന്നിരിക്കും. ഡു നോട്ട് വറി. ദൈവത്തിന്റെ കൃപ ചോദിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ഈ സഭ വളർന്നത് മുഴുവനും എന്താണ്? സുവിശേഷം അറിയിച്ചവരുടെ ചിന്തപ്പെട്ട രക്തത്തിൽ കൂടെയാണ്. മനസ്സിലായോ? എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, അവരവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം. എന്നേക്കാൾ അധികം ആരെയും പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്നത് എന്തെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ അവരവർ ഏറ്റെടുക്കുന്നുണ്ടോ? എന്നേക്കാൾ അധികം, അവരവരെ യേശു ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ നിലങ്ങളെയോ വസ്തുവകളെയോ ജോലിയെയോ സൗഖ്യത്തെയോ ആരോഗ്യത്തെയോ ഒക്കെ പ്രിയപ്പെടുന്നത് എനിക്ക് കൊള്ളാവുന്നതല്ല. ഇന്ന് മനുഷ്യന്റെ പ്രാർത്ഥനയല്ല എന്താണ്? നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏത് കൂട്ടായ്മയിൽ പോയാലും എന്താണ്? കുറെ രോഗികളുടെ ലിസ്റ്റ് അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിക്കും. എന്നാൽ അത് ആവശ്യമാണ്. പക്ഷെ അത് ദാറ്റ് ബി ദ ലാസ്റ്റ് തിങ്. ദൈവം രോഗികളെ സൗഖ്യമാക്കി യാതൊരു സംശയമില്ല. എന്നാൽ ദൈവവേലയെ പറ്റിയും ദൈവവേല ചെയ്യുന്ന ഇടങ്ങളെ പറ്റിയും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രോഗികളുടെ എല്ലാം ചിരിച്ചു വെച്ചാലും കർത്താവിന് ഒന്ന് തൊട്ടാൽ മതി, ഈ രോഗികളെല്ലാം ഒരുപോലെ അങ്ങ് സൗഖ്യമാകും. പലപ്പോഴും നമുക്ക് ആ പ്രയോറിറ്റി അറിയാത്തതാണ്. പ്രാധാന്യം എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാമല്ലോ. പരീക്ഷയൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം 5 മാർക്കിന്റെ പരീക്ഷ ക്വസ്റ്റ്യൻ കാണും, 10ന്റെ കാണും, 1 മാർക്കിന്റെ കാണും, 1/2 മാർക്കിന്റെ. ചിലപ്പോൾ 1/2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതിന് നീട്ടി വലിച്ച് 5 പേര് മറുപടി എഴുതിയേച്ച് ബാക്കിയുള്ളതോടെ വിട്ട് കളഞ്ഞ വല്ല പ്രയോജനമുണ്ടോ? പഴയ കാലത്തൊക്കെ എന്നെ പോലെയുള്ള പ്രായമുള്ളവരുടെ പഴയ കാലത്തൊക്കെ എന്താണ്, ചിലതൊക്കെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എത്ര പേജ് ഉണ്ടെന്നുള്ളത് നോക്കില്ലയോ? ചില സാറന്മാർ തൂക്കി നോക്കുന്നൊക്കെയാ പറയും. തമാശായിട്ട് പറയാം. എന്നാൽ പോലും എത്ര പേജ് എഴുതി. എന്നാലും അതുപോലെ തന്നെ ഈ സാറുമാർ പോലും വായിച്ചാൽ മനസ്സിലാകാത്ത പോലെ പേജുകൾ എഴുതി വെച്ചാൽ ഒത്തിരി മാർക്ക് കിട്ടുമെന്നുള്ള ഒരു ധാരണയൊക്കെ ആയിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല. എനിക്കറിയാവോ? ടു ദ പോയിന്റ്. ഹാലിൽ 1/2 മാർക്കിന് അതിന്റെ പ്രാധാന്യം കൊടുക്കാതെ 10 മാർക്കുള്ളത് ആദ്യം എഴുതിയിട്ട് കൂടുതൽ എങ്കിലേ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകാനൊക്കത്തുള്ളൂ. ലാസ്റ്റിൽ 1/2 മാർക്ക് 1 മാർക്ക് വിട്ടാലും 95 മാർക്കൊക്കെ കിട്ടും. അല്ലെങ്കിൽ തോറ്റുപോകി. ആത്മീയ ജീവിതത്തിൽ ഇതൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം അറിയാം, ഭൗതികമായിട്ടെല്ലാം അറിയാം, ആത്മീയമായിട്ട് അറിയത്തില്ല. ഏതാണ് പ്രാധാന്യം? നമ്മുടെ ഓരോ ദിവസത്തിന്റെ 24 മണിക്കൂറിൽ ഏതാണ് പ്രാധാന്യം എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രയോറിറ്റി. ആദ്യം ദൈവത്തിന് ഇരുന്നിട്ട് വേണം ദിവസം തുടങ്ങാൻ. എന്നാൽ പലരും വലിയ പ്രാർത്ഥനക്കാർ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ ആദ്യം ആ കാര്യം, എമർജൻസി നല്ല വേറൊരു കാര്യം വരുക, അതിന്റെ പുറകിന് ആരെങ്കിലും ഒരു ഫോൺ വിളിച്ചാൽ പിന്നെ അതിന്റെ കാര്യത്തിന്റെ പുറകിന് നിന്നിട്ട് ദൈവവുമായിട്ടുള്ളതായ ബന്ധം വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. പാടില്ല പ്രിയമുള്ളവര്. ദൈവം സർവശക്തനായ ദൈവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ ഒരു മാറ്റവും ഇല്ലാത്ത ദൈവമാണ്. ദൈവമാണ് നമ്മളെ നിർമ്മിച്ചത്. നമ്മുടെ സമയമെല്ലാം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് പ്രയോറിറ്റി മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവമക്കൾ പഠിക്കണം. സുവിശേഷ വേല ചെയ്യണം. ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ വചനം എന്ന് പറയുന്നത്. വായിക്കുന്ന വചനം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാനും നിങ്ങളും ദൈവമക്കളായി തീരണം. അതുകൊണ്ട് പറയുന്ന ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷം
പറയുന്ന EGM-ന്റെ മീറ്റിംഗിൽ റെഗുലറായിട്ട് സംബന്ധിക്കുന്ന, ചില ചുമതലകൾ ചെയ്യുന്ന, അതിന്റെ പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന എല്ലാവരോടും പറയാ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. എന്താണ് പിന്നെ കർത്താവിന്റെ വേലയിൽ എപ്പോഴും കുറച്ച് ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. ഇന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നാളെ ചെയ്യണം. നമ്മൾ വളർന്നില്ലെങ്കിൽ തളരത്തേ ഉള്ളൂ. ഇന്നലെ ചെയ്തൊക്കെ ഓർത്ത്, അയ്യോ ഞാൻ ഇന്ന വേലയ്ക്ക് കൊടുത്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പിരിവിന് ഞാൻ ഇത്രയും കൊടുത്തതാ, അതുകൊണ്ട് ഇപ്പം കൊടുക്കണ്ട, ഇല്ലയോ? അത് ഭൗതികമായ കാര്യങ്ങളായിരിക്കും, പലതായിരിക്കും. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ റിഗ്രറ്റ് കൂടാതെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അത് ഭൗതികമായിട്ടാണെങ്കിലും. സമ്പത്തല്ല, ഈ പണമല്ല ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. പണമില്ലാത്തവർക്കും അതിനപ്പുറം വിലപ്പെട്ട് നൽകാൻ കഴിയും. പ്രാർത്ഥന, സമയം, അതാണ് ഏറ്റവും വിലപ്പെട്ട. അത് എല്ലാവർക്കും ഉണ്ട്. 24 മണിക്കൂറേ എല്ലാവർക്കും ഉള്ളൂ. അതുകൊണ്ട് മീറ്റിങ്ങുകളിലൊക്കെ റെഗുലറായിട്ട് സംബന്ധിക്കുക, പ്രാർത്ഥന നൽകുക. അപ്പോൾ ദൈവം സോഴ്സ് ഒരുക്കും. ഒരു ശുശ്രൂഷ 500 മിഷന്മാരെ അയക്കണം എന്നുള്ള ഒരു പ്ലാൻ EGM-ന് ദൈവം നൽകുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ മുഴുവൻ ഓരോ സ്റ്റേറ്റിലും ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്ലാൻ ദൈവം തന്നാൽ, അതിനകത്ത് ഏറ്റവും ബേസിക്കായുള്ള ഘടകം പ്രാർത്ഥനയാണ്. വിഷയം വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർഗത്തിന്റെ കിളിവാതിൽ അങ്ങ് തുറക്കും. അതിൽ സഹകരിക്കാൻ ആയിരങ്ങളെ, പതിനായിരങ്ങളെ ദൈവം ഒരുക്കും. ഒരു കൊച്ചുദാഹരണം എനിക്ക് പറഞ്ഞു പോകാം നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി. ഇവിടെ PG വറീസ് ബ്രദറിന്റെ മീറ്റിംഗ് ഞാൻ സംബന്ധിക്കുന്നുണ്ട്. വളരെ ശക്തിയോടെ IET ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ട് എൻ്റെ സ്വന്തം സഹോദരനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന സഹോദരനാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ജനുവരി മുതൽ അദ്ദേഹവും വൈഫും ഒരു ഗ്രൂപ്പായിട്ട്. ഇത് പറയും 48 ലക്ഷം രൂപ എനിക്ക് വേണം. അതിന് ആവശ്യമാണ്. അതിന് തക്ക അത്രയും പുസ്തകങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യാത്ര ചെയ്യാൻ പുള്ളി എന്തോ മനസ്സിൽ, അതായത് പുള്ളിയുടെ കൂടെ ഉള്ളവരോട് കാൽക്കുലേറ്റ് ചെയ്ത് നൽകുന്നതാണ്. അത് മുഴുവനും നിവർത്തിക്കപ്പെട്ടു. ഈ വർഷം അത് വലിയ പ്ലാൻ. നമ്മൾ കേൾക്കുമ്പോൾ അത് വലിയൊരു പ്ലാൻ ആണല്ലോ, എങ്ങനെയെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ദൈവം നൽകി കൊടുക്കും. അത് ഞാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ, ഏത് സുവിശേഷ വേലയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കാൻ പറ്റും. EGM-ന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പാൻ ദൈവത്തിന് കിളിവാതിൽ തുറക്കാം. അതുപോലെ വ്യക്തികാര്യത്തിലും അങ്ങനെയാണ്. നമ്മുടെ വിഷയങ്ങളെ ഇന്ന് ഞെരുക്കത്തിൽ കൂടെ ഭൗതികമായ വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നവർ ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിങ്കിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ദൈവനും പറയുന്നുണ്ട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി എന്ന് പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് ഉണ്മാനും ഉടുപ്പാനും മാത്രമേ തരുന്നുള്ളൂ. ഇല്ല, നമ്മുടെ മനോഭാവം അതായിരിക്കണം, നമ്മളുമായി ബന്ധപ്പെട്ട്. എന്നാൽ കർത്താവിന് നമ്മളുടെ മനോഭാവം അങ്ങനെയല്ല. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർന്നു. അതാണ് വാക്യം. എല്ലാ വാക്യങ്ങളും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയ പോരാ. പ്ലീസ്, ഇതൊക്കെ വാഗ്ദത്ത വചനങ്ങളാണ്. അങ്ങ് വീണ്ടും വീണ്ടും ഒരു 10 വട്ടം വായിക്കാന്നുണ്ട്, പിന്നെ മനസ്സിലാക്കി നിൽക്കും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ പൂർണ്ണമായി തീർത്തു വരും. അപ്പൊ ദൈവത്തിന്റെ മനോഭാവം അങ്ങനെയാണ്. നമ്മുടെ ബുദ്ധിമുട്ടും ആവശ്യങ്ങളും പൂർണ്ണമായി തീർത്തു വരിക. എന്നാൽ നമ്മുടെ മനോഭാവം തൃപ്തരായി തീരുക, പിറുപിറുപ്പില്ലാത്തവരാ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ഒടുവിൽ തിരിച്ചു പറയും, ഞാൻ ഒരു വടിയോട് മാത്രം യോർദാൻ കടന്നു, ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യാക്കോബ് ദൈവത്തോട് ചോദിച്ചു. അവിടെ പോകുമ്പോൾ യാക്കോബ് ബഥേലിൽ വെച്ച് പ്രാർത്ഥിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്നോട് കൂടെ ഇരിക്കുക, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം ധരിക്കാൻ വസ്ത്രം തരികയും എൻ്റെ അപ്പന്റെ വീട്ടിൽ എന്നത്തേക്ക് എന്നെ സമാധാനത്തോടെ മടക്കി ഒരുക്കുകയും ചെയ്താൽ ഈ സ്ഥലം ഒരു ആരാധനാലയമായി തീരുമെന്ന് ബഥേലിനെ കുറിച്ച് യാക്കോബ് പറയുന്നു. യാക്കോബ് അത്രേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ ദൈവം അത്രയാണോ കൊടുത്തത്? അല്ല. ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി യാചിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയാൽ കഴിവുള്ളവനായ ദൈവം. അതുകൊണ്ട് അത്യന്തം പരമായിട്ട് ചെയ്യുന്നവനാ, എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി. നമ്മൾ അല്പം ചോദിക്കുമ്പോൾ ഹി വിൽ ഗിവ് us എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി. എന്നാലും നമ്മുടെ എക്സീഡിംഗ്ലി അബണ്ടന്റ് ചോദിച്ചുകൊണ്ടിരുന്ന് നമ്മൾ നിരാശപ്പെട്ടവരായി തീർന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ലെന്നിരിക്കും. അവിടെയാണ് പ്രാർത്ഥനയിൽ പറ്റുന്ന കുഴപ്പം. നമ്മൾ എപ്പോഴും തീർത്തുള്ള ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. കർത്താവ് എനിക്കൊരു യോഗ്യതയുമില്ല, അവിടെ തന്നെ അനുഗ്രഹിപ്പാൻ എനിക്ക് യോഗ്യതയുമില്ല, കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. അങ്ങനെ ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുമ്പോൾ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാതിരിപ്പാൻ കയറ്റിയതില്ല. അമർത്തി കുലുക്കി കവിയുന്നപരമായി നല്ലൊരളവ് നമ്മുടെ മടിയിൽ പകർന്നവര് ഇവിടെ. അതുപോലെ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാം. നിറഞ്ഞു കവിയുന്ന അനുഭവം ദൈവം തരുന്നത്. കർത്താവ് നൽകുമ്പോഴെല്ലാം നിറഞ്ഞു കവിയുന്ന അനുഭവം. അതിലൊരു ശൂന്യമായ പടകിനെ, പത്രോസിന്റെ പടകിനെ ദൈവം എടുത്തിട്ട് എന്തോ ചെയ്തു? രാത്രി ഒന്നും പിടിച്ചില്ല. ഒരു അന്നത്തെ ആഹാരത്തിനുള്ള മത്സ്യം കിട്ടിയാൽ അവർ തൃപ്തരായിരുന്നു. സാധാരണ പിടിക്കുന്ന പോലുള്ള ഏറ്റവും മിനിമം ലഭിച്ചാലും അവർ തൃപ്തരായിരുന്നു. കാരണം അതിന്റെ സമയമെല്ലാം കഴിഞ്ഞു. ഈ രാവിലെ എന്തോ കിട്ടാനാ?
എന്നാൽ കർത്താവ് നൽകിയപ്പോഴെന്താണ്? ഒറ്റ പ്രാവശ്യം, 100 പ്രാവശ്യം ഒന്നുമില്ല, ഒറ്റ പ്രാവശ്യം വല വീശിയപ്പോൾ അവരുടെ പടങ്ങ് നിറഞ്ഞ് മുങ്ങുമാറായി. എന്നിട്ട് ഈ വലയിലെ മീൻ തീരുന്നില്ല. അടുത്ത പടകും ശൂന്യമായ പടകുണ്ട്. ഒരു 50 പടകുണ്ടായിരുന്നതിലും അത് നിറഞ്ഞേനെ. ഈ 2 പടക് ശൂന്യമായി നിൽക്കുന്നു, രണ്ടും നിറഞ്ഞ് കവിഞ്ഞു. കർത്താവ് തരുന്നതെല്ലാം അങ്ങനെയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്, നല്ല പ്രവൃത്തി. എഫെസ്യർ 2:10 വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചതിന്റെ ഏക ഉദ്ദേശം സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാ. നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നിത്യതയിലും സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാ എന്നെ നിങ്ങളെ ദൈവം നിർമ്മിച്ചത്. നമ്മുടെ പണി വേല ഇവിടം കൊണ്ട് തീരുന്നില്ല. നിത്യതയിൽ കോടാകോടി വർഷം, എണ്ണമില്ലാത്ത വർഷം നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ദുഷ്പ്രവൃത്തി അവിടെ ഉണ്ടെന്നല്ല, ദൈവത്തിന് ഹിതമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വലിയ പ്രത്യേകത സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിക്കുന്നവനാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഭാഗമായി നിത്യതയിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങൾ സൃഷ്ടിയുടെ ശക്തിയുള്ളവരായി തീരും. അതുകൊണ്ടാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഈ സൃഷ്ടി മുഴുവൻ ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക. ഞാനും നിങ്ങളും എന്താണ്, അനേക പ്ലാനറ്റുകളിൽ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരും. അടങ്ങാതെ നിർത്താതെ ദൈവം പ്രവർത്തിക്കുന്ന പോലെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി ഞാനും നിങ്ങളും തീരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാം അവന്റെ കൈപ്പണിയാണ് ഞാനും നിങ്ങളും, സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ വെച്ച് സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് നിത്യതയുടെ ഭാഗമായി തീർന്ന് നിത്യതയിലും ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുള്ളൂ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്, യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. നാം ചെയ്തു പോരേണ്ടതിന് വേണ്ടി ദൈവം സൽപ്രവൃത്തിയുള്ള വലിയൊരു ലിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയാ എന്നെ നിങ്ങളെയും ദൈവമാക്കിയിരിക്കുന്നത്. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് created in Christ Jesus for good works which God prepared beforehand that we should walk in them. നാം അതിൽ നടക്കേണ്ടതിന് വേണ്ടി ദൈവം മുന്നൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ള വലിയ നിക്ഷേപങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, എനിക്ക് നിങ്ങൾക്കും ചെയ്യുവാനുള്ള വലിയ സന്തോഷത്തിന്റെ പ്രവൃത്തികളുണ്ട്. എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാനും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയുന്നു, നാമും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും എന്നേക്കും ഞാനും നിങ്ങളും ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനേക്കാളും കൂടുതൽ പ്രവൃത്തി നിത്യയിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ട്, വലിയ കാര്യങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം ഞാനും നിങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ സൽപ്രവൃത്തികൾ ചെയ്താലേ നിത്യത്തിൽ. അതുകൊണ്ടല്ലയോ 10 താലന്ത് ലഭിച്ചവൻ, അതായത് ഓരോ താലന്ത് കൊണ്ടുവന്നു, അവനോട് പറഞ്ഞു റാത്തൽ കൊണ്ടുവരുമ്പോൾ 10 റാത്തൽ കൊണ്ടുവന്നവനോട് പറഞ്ഞു ബാക്കിയുള്ള മറ്റോ 1 റാത്തലുള്ളവന്റെ കൂടെ കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും ഉണ്ടല്ലോ, ഇല്ല, അവനാണ് കൊടുക്കുന്നത്. അതുപോലെ ഓർക്കണം, ഇവിടെ വെച്ച് ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്ക് നിത്യതയിലും ദൈവത്തിന്റെ വേല ചെയ്യുവാനുള്ളതായ വലിയൊരു വിളിയുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. മത്തായിയുടെ സുവിശേഷം 5:16 പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അതെ, നമ്മുടെ സൽപ്രവൃത്തി എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്. മനസ്സിലാക്കണം, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ ഒരു വെളിച്ചമാണ്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ സൽപ്രവൃത്തി ഒരു വെളിച്ചമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് നിമിത്തം എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ദൈവമക്കളാണെന്ന് വെളിപ്പെടുന്നത് നമ്മുടെ വാക്കിൽ കൂടെ മാത്രമല്ല, പ്രവൃത്തിയാണ് നമ്മുടെ സാക്ഷ്യം. നമ്മൾ മറ്റുള്ളവരുടെ ഇടപാട് എങ്ങനെയുണ്ട്, അവരുടെ സംസാരം എങ്ങനെയുണ്ട്, കൊടുക്കൽ വാങ്ങലുണ്ട്, വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ദൈവമക്കളല്ല. കടം വാങ്ങി വെച്ച് കൊടുക്കാതിരിക്കുക, ഉള്ളപ്പോഴും
കിട്ടുമ്പോഴും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യരുത്. ആർക്കും കടക്കാരെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന നല്ലതെന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ പ്രവൃത്തി സൽപ്രവൃത്തിയാണ്, ഇല്ലാത്തവന് നൽകുന്നത് കാണണം. നമ്മുടെ സൽപ്രവൃത്തി നമുക്ക് സാക്ഷ്യമാണ്, അവിടെയാണ് നമ്മുടെ വെളിച്ചം. അതുകൊണ്ട് അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ സൽപ്രവൃത്തി എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്. മൂന്നാമതായി ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തിക്കെല്ലാം തക്കവണ്ണം ഒരു ന്യായവിധി ഉണ്ട്. 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, പറഞ്ഞതല്ല ചെയ്തത്, നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവമക്കളെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടും. എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം, തീയതാണെങ്കിൽ അതിന് തക്കവണ്ണം പ്രാപിക്കും. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവ് രഹസ്യവരവിൽ വരാൻ പോവുക. ഞാനും നിങ്ങൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അവിടെ വെച്ചാൽ 7 വർഷവും പ്രതിഫലം വീതിക്കുന്ന സമയമാണ്. ചിലർ വെറും കൈയായിട്ട് അവർ പണിഞ്ഞതൊന്നും പ്രയോജനമില്ലാത്തതായി പോരും, വെറും കൈയായി നിൽക്കേണ്ടി വരും. കച്ചിത്തുറുപോലെ വലിയ പ്രവൃത്തി ചെയ്തായിരിക്കും, അത് മുഴുവനും അങ്ങ് വെന്തുപോകും, സകലവും തീയിൽ ശോധന ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് അവനവൻ ശരീരത്തിലിരിക്കും ഈ ഭൂമിയായിരിക്കും. അല്ലാതെ മരിച്ചു കഴിഞ്ഞേച്ച് പ്രാർത്ഥിച്ചാരെ സ്വർഗത്തിലെത്തിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവവചനം എങ്ങും അത് പറയുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് മരിച്ചുപോയ ഒരാത്മാവിന് വേണ്ടി 1,00,000 വർഷം പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാണെങ്കിൽ തീയതായി. അതുകൊണ്ട് വേണ്ടാത്ത ഉപദേശങ്ങൾ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടോ ഈ സഭകളിലെ പഠിപ്പിക്കുന്ന പാരമ്പര്യ ഉപദേശങ്ങളെ ഒരിക്കലും വെല്ലുവിളിക്കാൻ നിൽക്കരുത്, തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ജയിക്കത്തില്ല, നിങ്ങളുടെ സമയം വെറുതെ കളയത്തുള്ളൂ. വേദപുസ്തകം എന്തോ പറയുന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. അതിനകത്ത് പറയുന്നത് എന്താണ്? ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മത്തായിയുടെ സുവിശേഷം 16:27 വായിക്കുന്നു, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനസ്സിലായോ? അപ്പന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, മക്കളുടെ പ്രവൃത്തിക്കല്ല, ഭാര്യയുടെ ഭർത്താവിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടതാണ്. വലിയവനായ ന്യായാധിപതിയായ ദൈവത്തിന് സന്നിധി നിൽക്കേണ്ടതാണ്. ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് അതൊന്നും പറയാനുള്ള സമയമില്ല, അതാണ്ട് അന്ത്യന്യായവിധിയിൽ ഇടത്തും വലത്തുമായിട്ട് ചെമ്മരിയാടിനെ കോലാടിനെ നിർത്തും. അതുകൊണ്ട് ചിലർ പറയണം നിന്റെ വലത്തുഭാഗത്തന്നെ നിർത്തിക്കൊണ്ട്. അതിലൊന്നും ദൈവമക്കൾ കാണത്തില്ല. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തൊക്കെ ഉള്ളവരാണ് അതിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ ദൈവമക്കളായി ജീവിക്കുന്നതിനെ സംബന്ധിച്ചോളം നമ്മൾ മധ്യാകാശത്തിൽ, രഹസ്യവരവിൽ മധ്യാകാശത്തിലായിരിക്കും. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരത്തുള്ളൂ. അന്ത്യന്യായവിധിയിലെ, അതുകൊണ്ടാണ് ന്യായവിധിയിലേക്ക് ദൈവം പ്രവേശിക്കില്ലെന്ന് ദൈവനം പറയുന്നുണ്ട്. ന്യായവിധിയിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കാം. നിത്യ ന്യായവിധിയിൽ മുമ്പിൽ നമ്മൾ ആരും നിൽക്കേണ്ടി വരത്തില്ല. നമ്മൾ മധ്യാകാശത്തിൽ കർത്താവിനായിരിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് നമ്മൾ ഇവിടെ കർത്താവിനോടുകൂടെ രാജാക്കന്മാരായി വാഴാൻ പോവുകയാണ്. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ മധ്യാകാശത്തിൽ ദൈവമക്കൾ നിൽക്കേണ്ടി വരും. അവനവന്റെ ശരീരത്തിന്റെ 1000 നോർപ്പോടെ പ്രവർത്തിക്കുന്നൊക്കെയുള്ള പ്രതിഫലമാണ് നൽകുന്നത്, സ്ഥാനമാനങ്ങൾ നൽകുന്നത്. ചിലർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും, ചിലർക്ക് ഒന്നും കിട്ടത്തില്ല. എന്നാലും എല്ലാവരും രക്ഷപ്പെട്ട് ദൈവസന്നിധിയിൽ കാണും എന്നുള്ളത് ഈ മധ്യാകാശ അല്ലെങ്കിൽ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്നവരെ സംബന്ധിച്ചോളമുള്ള സന്തോഷ വാർത്തയാണ്. റോമാലേഖനം 2:16 പറയുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതുകൊണ്ട് മനുഷ്യന്റെ രഹസ്യങ്ങളൊക്കെയും ന്യായം വിധിക്കപ്പെടും. എല്ലാ രഹസ്യവും ഇല്ലയോ? നമ്മൾ ഒത്തിരി പ്രൈവറ്റ് ആയിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടും ഒക്കെ കിടക്കുന്ന പല പരിപാടി ഉണ്ടല്ലോ. ഭർത്താവിന് നമ്മളെ അറിയത്തില്ല, ഭാര്യയ്ക്കും അറിയത്തില്ല, നമ്മുടെ ബാല്യകാലം അറിയത്തില്ല, നമ്മുടെ അറിയത്തില്ല. പക്ഷെ എല്ലാവരുടെയും സീക്രട്ട് എല്ലാം ദൈവത്തിന് അറിയാം. ഒന്നും ദൈവത്തിന് മറച്ചു വെക്കാനൊക്കില്ല. ആ സീക്രട്ട് എല്ലാം വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് എല്ലാ സീക്രട്ടും വിശുദ്ധമായി തീരാൻ നോക്കണം. ചിലർ രഹസ്യത്തിൽ ചെയ്യുന്ന പറവാൻ പോലും അറപ്പാകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിത്തീരരുത്. ക്രിസ്ത്യാനികളുടെ, ദൈവഭക്തന്റെ ഭക്തിയുടെ ജീവിതം, രഹസ്യ ജീവിതം വിശുദ്ധമായി തീരണം. ഉള്ളു വിശുദ്ധമായെങ്കിലേ പുറം വിശുദ്ധിയോടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. റോമാലേഖനം 14:10-11 വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്ന എന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്ന എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയും. 1 കൊരിന്ത്യർ 3:11 വാക്യത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന് മേൽ ആ ലിസ്റ്റ് വായിക്കാൻ സമയമില്ല. എന്നാണ് ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയല്ല മരം വില്ല വൈക്കോല എന്നുള്ള പണിയുന്നുവെങ്കിൽ പ്രവൃത്തി വെളിപ്പെട്ടു വരും, തീ കൊണ്ട് വെളിപ്പെട്ടു വരും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം നൽകും. അത് വെന്തുപോയെങ്കിൽ അവന്
അവൻ എന്തുവരും? ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന പോലെ അത്രേ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഞാനും നിങ്ങളും എന്താണ്? ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം. ദൈവനെ നമ്മെ ഓർപ്പിച്ചു. അതുകൊണ്ട് ഉറപ്പുള്ളവരായിരിക്കണം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണമേ. ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് ഇൻ മീ. ഉറപ്പുള്ളവരായി തീരണം, കുലുങ്ങാത്തവരായി തീരണം. ആദ്യ വിശ്വാസം അവസാനത്തോടെ, എബ്രായ ലേഖനം 3:14 പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇടയ്ക്ക് വെച്ച് തീർന്നു പോകരുത്. ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി, കുലുങ്ങാത്തവരായി തീരണം. 1 പത്രോസ് 5:9 വാക്യത്തിൽ വായിക്കും, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി, കുലുങ്ങാത്തവരായി എന്നുള്ള അർത്ഥത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യദേശത്തിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കാവുന്നുള്ളത്. അതുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം. അതുപോലെ തന്നെ കൊലോസ്യർ 1:21 വായിക്കുന്നു, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ഈ വാക്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കൊലോസ്യ ലേഖനം 1:23. നമ്മൾ അങ്ങനെ ദൈവസ്ഥലിൽ നിൽക്കും. ആകാശത്തിന് കീഴെ സകല സൃഷ്ടിയുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷനായി തീർന്നു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ. പല കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്നത് വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഞാനിവിടെ നിർത്തുവാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വേലയെ വർദ്ധിച്ചു വരണം. അതാകുന്നു നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം കത്തിപ്പോകും. ഈ ഭൂമിയിൽ കുറെ സമ്പത്തുണ്ടാക്കിയാലും 3 നിലയോ 4 നിലയോ വീട് വെച്ചാലും അവിടെ ഇവിടെയൊക്കെ സമ്പത്തുണ്ടാക്കിയാലും കുഞ്ഞുങ്ങളൊക്കെ ഉന്നത സ്ഥാനത്തായാലും ലോകത്തിന്റെ എല്ലാ നന്മകളും ധാരാളമായി ലഭിച്ചാലും ഇട്ടുമൂടാ. ഒരാൾ എന്നോട് പണ്ട് പറഞ്ഞാണ്, ഇട്ടുമൂടാനുള്ള കാശ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ വ്യക്തി എന്നേ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എവിടെ ഇട്ടുമൂടി? അല്ലെങ്കിൽ ഓർത്തോളണം. അതുകൊണ്ട് ഈ ധനമൊന്നുമല്ല മനുഷ്യന്റെ ആശ്രയം. ഇത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയം വെക്കരുത്. ആരോഗ്യ സൗഖ്യമുള്ളപ്പോൾ അഹങ്കരിക്കരുത്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നമ്മുടെ പ്രയത്നം കർത്താവിൽ കൂടെയുള്ള നമ്മുടെ പ്രയത്നം കർത്താവിൽ എന്താണ് പ്രതിഫലമുള്ളത്. അതുകൊണ്ട് ഓർത്തുകൊള്ളം, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. മഹാപ്രതിഫലമുള്ളതായ വിശ്വാസം നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. മത്തായി സാറിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ലീഡ് ചെയ്ത പ്രിയ മകനോടുള്ളതായ ജോസഫ് ബ്രദറിനുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.